വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഒരു 3 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നിയെങ്കിലും മനസ്സിലാക്കിയിട്ട് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഫ്രോക്കിന് കോളറും പഫ് സ്ലീവും അതുപോലെ ഫ്രോക്കിന് താഴെ പ്ലീറ്റ്സൊക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്ന് നോക്കാം കേട്ടോ. ഈ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് 1.5 മീറ്റർ പ്രിൻ്റ് ആയിട്ടുള്ള ക്ലോത്തും 3/4 മീറ്റർ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്തുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബോഡി പാർട്ടിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇതുപോലെ തന്നെ ഇത് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു പീസ് നമ്മൾ ഫ്രോക്കിന് താഴെ ഫ്രില്ലിടാൻ വേണ്ടിയിട്ടും കോളറിനും വേണ്ടിയിട്ടുമാണ്. പിന്നെ ഇത് സ്ലീവിനും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമായിട്ടുള്ള ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ബോഡി പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ് കേട്ടോ. 1 ഇഞ്ച് അലവൻസും കൂടെ കൂടിയിട്ട് 10 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് ഷോൾഡർ തയ്ക്കാൻ വേണ്ടിയിട്ടും 1/2 ഇഞ്ച് ബോഡിയും പാർട്ടും സ്കേർട്ടും കൂടി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുക. ഫസ്റ്റ് നമ്മൾ 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കാനായിട്ട് മാറ്റി വെക്കുന്നതാണിട്ടത്. ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്താണ് കേട്ടോ നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ലൈന് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ടാണ് കേട്ടോ നമ്മൾ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ നമ്മൾ എടുക്കുന്നത് 5 ഇഞ്ചാണ്. ആം ഹോള് 6 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ചെസ്റ്റ് എടുക്കുന്നത് 7 ഇഞ്ചാണ്. താഴേക്കും നമ്മൾ 7 ഇഞ്ച് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമ്മൾ ആം ഹോൾ വരച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നെക്ക് വരച്ചെടുക്കുക കേട്ടോ. കോളർ നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് വിടുത്ത് വരുന്നത് 1.25 ഇഞ്ചിലാണ് കേട്ടോ കോളർ നെക്ക് വിടുത്ത് കൊടുക്കുന്നത്. നെക്ക് ലെങ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്. അതൊരു ബോക്സായിട്ട് ഒരു വി ഷേപ്പിലുള്ള നെക്ക് നമുക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട് പാർട്ടിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിൽ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ അത് കട്ട് ചെയ്യാതെ വേണം കേട്ടോ നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുക്കുക. 4 ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് കേട്ടോ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിരുന്നല്ലോ, അത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം കേട്ടോ ബാക്ക് പീസിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട്. ബാക്ക് പീസ് നമ്മൾ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്താണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. നെക്ക് ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 1 ഇഞ്ചാണ് കേട്ടോ. കോളർ വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ ബാക്ക് നെക്ക് 1 ഇഞ്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്കേർട്ട് പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. സ്കേർട്ട് പാർട്ട് എങ്ങനെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 24 ഇഞ്ചാണ് കേട്ടോ. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 9 ഇഞ്ചും. അപ്പോൾ 24ൽ നിന്ന് 9 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ വരുന്നത്. 15 ഇഞ്ചാണ് സ്കേർട്ടിന് വരുന്നത്. അതിൽ നിന്ന് താഴെ ഫ്രില്ല് വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് 3 ഇഞ്ച് വരുന്നുണ്ട്. അങ്ങനെ 15ൽ നിന്ന് 3 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 ഇഞ്ചാണ് വരുന്നത്. അങ്ങനെ 12 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമുക്കത് ഈ ഒരു പീസിലൊന്ന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് 4 ആക്കി മടക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 12 ഇഞ്ച് ലെങ്ത്തും 1.5 ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് 13.5 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് താഴേക്കും 1/2 ഇഞ്ച് മുകളിലേക്കുമാണ് കേട്ടോ അലവൻസ് വരുന്നത്. 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാൻ 1/2 ഇഞ്ച് മുകളിൽ ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനും വേണം കേട്ടോ. അങ്ങനെ 13.5 ഇഞ്ച് ലെങ്ത്ത് വരുന്ന 2 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് താഴെ ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു പ്ലെയിൻ ക്ലോത്തിൽ നിന്ന് 4 ഇഞ്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രില്ല് എത്രയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കട്ട് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് കേട്ടോ ഞാൻ ഇതും കൂടെ മടക്കി വെച്ചിട്ടുള്ളത്.
ഇത് നമുക്ക് സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്ലീവിൻ്റെ ലെങ്ത്ത് മൊത്തത്തിൽ വരുന്നത് 16 ഇഞ്ചാണ്. അതിൻ്റെ താഴെ ഭാഗത്ത് 3 ഇഞ്ച് പട്ടയുടെ അടിവശത്ത് 1 ഇഞ്ച് ഫ്രില്ലും വരുന്നുണ്ട് കേട്ടോ. അതും കൂടെ മൈനസ് ചെയ്തിട്ട് നമുക്ക് 12 ഇഞ്ചിനാണ് കേട്ടോ സ്ലീവ് അടയാളപ്പെടുത്തേണ്ടത്. നമ്മൾ പഫ് സ്ലീവാണ് കേട്ടോ വരുന്നത്. പഫ് സ്ലീവിൻ്റെ അവിടെ എത്ര സ്ലീവ് പഫ് വരുന്നു അത്രയും ഫ്രില്ല് വരുന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഭംഗി കിട്ടും കേട്ടോ ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് മാക്സിമം നീളം കൊടുത്തിട്ട് പഫ് സ്ലീവ് എത്ര എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ കട്ട് ചെയ്തിട്ട്. ഇനി ബാക്കി വരുന്ന ഈ ഒരു പീസ് കോളർ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ. അത് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ കോളർ വെച്ച് കൊടുക്കുക. അത് നമുക്ക് ആ സമയത്ത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ 1.5 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയിരുന്നില്ലേ, അത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 2 പീസും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ അവിടെ വന്ന ഈ പീസ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടി ഒന്ന് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ സ്കേർട്ട് പാർട്ടാണ് കേട്ടോ ജോയിൻ ചെയ്തെടുക്കണം. അതിന് മുന്നേ നമ്മൾ സ്കേർട്ട് പാർട്ടിൽ ഫ്രില്ല് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു നൂല് വലിച്ച് നമുക്ക് ചുരുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നൂല് പൊട്ടാതെ വേണം കേട്ടോ വലിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടും. 2 പീസും ഇതുപോലെ തന്നെ ചുരുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ലൈനിങ് മേലാണ് കേട്ടോ ചുരുക്കിയിട്ട് കൊടുത്തിട്ട് താഴെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പ്ലെയിൻ ക്ലോത്ത് ഇല്ലേ അതും ഇതുപോലെ തന്നെ ചുരുക്കിയിട്ടുങ്ങാണ്ട് കൊടുക്കുക കേട്ടോ. ലൈനിങ്ങിൻ്റെ താഴെയാണ് കേട്ടോ ചുരുക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ ചുരുക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു പീസ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് കിട്ടുക. 2 പീസും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുത്തായിട്ട് സ്ലീവാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് മൊത്തത്തിൽ വരുന്നത് 16 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ താഴെ ഭാഗത്ത് 3 ഇഞ്ച് പട്ടയുടെ അടിഭാഗത്ത് 1 ഇഞ്ചിൽ ഫ്രില്ലും വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ മൈനസ് ചെയ്തിട്ട് പട്ടയും ഈ ഫ്രില്ലും കൂടെ മൈനസ് ചെയ്തിട്ട് നമുക്ക് 12 ഇഞ്ചിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ പഫ് സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് മാക്സിമം നീളം കൊടുത്തിട്ട് പഫ് സ്ലീവ് എങ്ങനെയാണോ ചെയ്തെടുക്കാറെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. മാക്സിമം പഫ് ഉണ്ടാവുമായിരിക്കും ഈ ഒരു ഫ്രോക്കിന് നല്ലത് കേട്ടോ. അത്രയും ഭംഗി കിട്ടും കേട്ടോ നമുക്ക് ഈ ഒരു സ്ലീവിന് മാക്സിമം പഫ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പട്ട ഇതുപോലെ തന്നെ വെച്ചിട്ട് ഈ ഒരു 1 ഇഞ്ചിൽ ഈ ഒരു ഫ്രില്ലും കൂടെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവിൻ്റെ താഴെ വശത്ത് പട്ടയും 1 ഇഞ്ചിൽ ഫ്രില്ലും കൂടെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്ലീവിൻ്റെ താഴെ വശത്ത് സ്ലീവിൻ്റെ വണ്ണത്തിനനുസരിച്ച് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ പട്ടയുടെ ഉള്ളിലോട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചുരുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പഫ് സ്ലീവിന് വേണ്ടിയിട്ട് ഈ മുകൾ ഭാഗത്തിൽ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അതിൻ്റെ ഒരു നൂല് വലിച്ചിട്ട് നമുക്കതിന് ചുരുക്കിയിട്ട് കൊടുത്തിട്ട് പഫ് സ്ലീവ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഷോൾഡറുമായിട്ട് ഈ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്ലീവും ഷോൾഡറും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രോക്ക് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെന്താ അടുത്ത് നമ്മൾ ചെയ്യുന്നത്, ഈ ഫ്രോക്കിന് കോളർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് കോളർ ഈ ഒരു നെക്കിൻ്റെ ഒരു ഭാഗം മുതൽ മറ്റേ ഭാഗം വരെ ഒന്ന് അളന്ന് നോക്കിയിട്ട് എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് തുണിയിലോട്ട് ഒട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ കോളറിൻ്റെ താഴെ വശത്തായിട്ട് നമ്മൾ സ്ലീവിൻ്റെ പട്ടയുടെ അടിഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ഒരു കോളറിൻ്റെ ഈ ഒരു ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ അടിഭാഗത്തും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോളർ കട്ട് ചെയ്ത്
തുണിയിലോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ക്യാൻവാസിൽ. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കോളറിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോളർ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് കേട്ടോ നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ഇനി നമുക്കിത് ഫ്രോക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിവിടെ കോളറിലേക്ക് കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. നല്ല ഭംഗിയുള്ള നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ. ഇത് ഫ്രില്ലൊക്കെ വന്നുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് മുതൽ താഴെ വശം വരെ ഒന്ന് സൈഡൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ഈ ഒരു ഫ്രോക്കിന് വള്ളി കൂടി വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഫ്രണ്ട് ഭാഗത്ത് 2 ബട്ടൺസ് വെച്ച് കൊടുക്കാനും കൂടിയുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയില്ലേ ഈ ഫ്രോക്ക് കാണാനായിട്ട്. കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് ഞാനും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലും വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.